ഹായ് ഓൾ, ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സിനിമാ വിശേഷവുമായിട്ടാണ്. ഇന്നത്തെ സിനിമാ വിശേഷത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന സിനിമ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മാസ് ആക്ഷൻ ത്രില്ലർ മൂവിയായ റാം എന്ന മൂവിയാണ്. റാം എന്ന മൂവിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന സിനിമ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി ശ്രീ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയായ റാം എന്ന മൂവിയാണ്. റാം എന്ന മൂവി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്, ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ ജിത്തു ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ഇത്തരം ജോണറിലുള്ള ക്രൈം ത്രില്ലർ മൂവികളാണ്, സസ്പെൻസ് ക്രൈം ത്രില്ലർ മൂവികളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമാ സംവിധാന സംരംഭം. അതിനകത്ത് നായകൻ സുരേഷ് ഗോപിയായിരുന്നു. അതും ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ മൂവിയാണ്. അതിനുശേഷം വന്ന പൃഥ്വിരാജിനെ നായകനാക്കി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു മെമ്മറീസ്. ജിത്തുവിൻ്റെ മറ്റൊരു ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു. ഈ സിനിമയും ഹിറ്റായിരുന്നു. മെമ്മറീസിന് ശേഷം വന്ന മറ്റൊരു ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു, സസ്പെൻസ് മൂവിയായിരുന്നു 2023 മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ദൃശ്യം ഒരു മെഗാ ഹിറ്റ് മൂവിയായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഹിറ്റായിരുന്നു. ഇങ്ങനെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള സിനിമകളെല്ലാം ഒരു ആക്ഷൻ ക്രൈം സസ്പെൻസ് ത്രില്ലറിലുള്ള ഒട്ടുമിക്ക സിനിമകളും ഇങ്ങനത്തെ സിനിമകളാണ്. ഈ സിനിമകളെല്ലാം ഹിറ്റുകളുമാണ്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് റാം എന്ന മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്നാണ് ജിത്തു ജോസഫ് അറിയുന്നത്. അതായത് റാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ റിയലിസ്റ്റിക് ആക്ഷൻ മൂവിയാണെന്നാണ് ജിത്തു ജോസഫ് അവകാശപ്പെടുന്നത്, അദ്ദേഹം പറയുന്നത്. പിന്നെ മോഹൻലാലാണ് ഈ സിനിമയിലെ നായകൻ. അതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിൻ്റ്. അതായത് മോഹൻലാലും ജിത്തു ജോസഫും കൂടി ചേർന്നിട്ടുള്ള സിനിമകളെല്ലാം ഹിറ്റുകളാണ്. ദൃശ്യം 2, ഈ അടുത്ത് വന്ന നേര്, ഇങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ, അവരൊരുമിച്ചിട്ടുള്ള സിനിമകളെല്ലാം ഹിറ്റുകളാണ്. അപ്പോൾ ഈ റാം എന്ന് പറഞ്ഞ മൂവിയും ഒരു ഹിറ്റായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏത് രീതിയിലുള്ള ഹിറ്റാണെന്നാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ജോണറിലുള്ള സിനിമയാണ്. ഇനി ഈ സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് വരാം. പീകോക്ക് ഫിലിം പ്രൊഡക്ഷൻസ്, ആഷിക് ഫിലിംസ്, പാഷൻ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ രമേഷ് പി പിള്ളൈ, സുധൻ സുന്ദരം എന്നിവർ ചേർന്നാണ് റാം എന്ന സിനിമ നിർമ്മിക്കുന്നത്. തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുള്ളത് സംവിധായകനായ ജിത്തു ജോസഫ് തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി സതീഷ് കുറുപ്പാണ്. എഡിറ്റിംഗ് VS വിനായകാണ്. മ്യൂസിക് കമ്പോസിങ് വിഷ്ണു ശ്യാമാണ്. പിന്നെ റാം എന്ന് പറഞ്ഞ മൂവിയുടെ ബജറ്റ് 140 CR ആണ്. 140 കോടിയാണ് റാം എന്ന മൂവിയുടെ ബജറ്റ്. ഇനി റാം എന്ന് പറഞ്ഞ മൂവിയുടെ കാസ്റ്റിങ്ങിലേക്ക് വരാം. മോഹൻലാൽ, സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. റാം മോഹൻ IPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോ ഏജൻ്റായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായ തൃഷ ഡോക്ടർ വിനീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്ദ്രജിത്ത് സുകുമാരൻ, സംയുക്ത മേനോൻ, ആദിൽ ഹുസൈൻ, സിദ്ദിഖ്, അനൂപ് മേനോൻ, ദുർഗാകൃഷ്ണ, പ്രാച്ചി ടെഹ്ലൻ, സായ് കുമാർ, സുമൻ, ആനന്ദ് മഹാദേവൻ, അഞ്ജലി നായർ, ലിയോണ ലിഷോയ്, ഹിമ ശങ്കർ, ശാന്തി മായാദേവി, കൃഷ്ണ, ചന്തുനാഥ്, ശോഭി തിലകൻ, സന്തോഷ് കീഴാറ്റൂർ, പിന്നെ സുരേഷ് കുമാർ, സുരേഷ് ചന്ദ്രമോഹൻ, ഇങ്ങനെ ഒരു വലിയ താരനിര ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്.
വലിയ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുക്കുന്നത്. ഇത്രയും താരങ്ങളെ അണിനിരത്തി വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന സിനിമയാണ് റാം എന്നാണ് പറയുന്നത്. പിന്നെ ഈ റാം എന്ന് പറഞ്ഞ മൂവിയുടെ മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷം ഈ സിനിമ കോവിഡിന് മുമ്പ് ഈ സിനിമയുടെ വർക്കുകൾ തുടങ്ങി. കോവിഡ് പാൻഡമിക്കിനെ തുടർന്ന് ഈ സിനിമ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സിനിമയുടെ വർക്കുകൾ പുനരാരംഭിച്ചു. ഇപ്പോൾ നിലവിൽ ഷൂട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മുകളിൽ രാജ്യങ്ങളിലായി 200 ദിവസങ്ങൾ കൊണ്ടാണ് ഈ 200 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരിക്കുന്ന പാൻ ഇന്ത്യൻ മൂവിയാണ് റാം എന്ന മൂവി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഹോളിവുഡ് മൂവി സീരീസിലെ ടെക്നീഷ്യൻസ് റാം എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ടെക്നീഷ്യൻ ലെവലിൽ ആ ടെക്നീഷ്യൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിഷൻ ഇമ്പോസിബിൾ നമുക്കറിയാം. മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ മൂവി ഹോളിവുഡിലെ സൂപ്പർ ഹിറ്റ് മൂവി സീരീസാണ്. ടോം ക്രൂസാണ് നായകൻ. ടോം ക്രൂസ് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. അതിലെ ആ സിനിമയിലെ ടെക്നീഷ്യൻസ് ഈ സിനിമയിൽ റാം എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നു എന്ന് അറിയുന്നത് വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ സിനിമയോടുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടും. എന്താണ് ഈ സിനിമയിൽ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ റാം എന്ന് പറഞ്ഞ മൂവി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ലോകത്ത് 6 ഇടങ്ങളിലായിട്ട് നടന്ന 6 കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ എത്തുന്ന റോ ഏജൻ്റായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ലോകത്ത് 6 ഇടങ്ങളിലായിട്ട് നടന്ന 6 കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ എത്തുന്ന റോ ഏജൻ്റാണ് റാം മോഹൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം. പിന്നെ ഇനി നമുക്ക് റാം എന്ന് പറഞ്ഞ മൂവിയുടെ പോസ്റ്ററിലേക്കും ടീസറിലേക്കും വരാം. റാം എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു ട്രെയിലറും ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്ററിന് 2 നിറത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റർ ആഷ് ആൻഡ് ബ്ലാക്ക് നിറത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ആഷ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ മുടി ട്രിം ചെയ്ത് താടിയും മീശയും ഉള്ള മോഹൻലാൽ, ഈ താടിയും മീശയും വെച്ച മുടി പക്ക ട്രിം ചെയ്തിട്ട് താടിയും മീശയും വെച്ച മോഹൻലാലിൻ്റെ മീഡിയം റേഞ്ചിലുള്ള പിക്ക്, അതാണ് പോസ്റ്ററിലുള്ളത്. ഈ പിക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സംശയദൃഷ്ടിയോടെ വളരെ ഷാർപ്പായുള്ള മോഹൻലാലിൻ്റെ നോട്ടം. ഈ നോട്ടം എന്തൊക്കെയോ നിഗൂഢതകളെ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അത് ആ ലുക്ക്, ലാലേട്ടൻ്റെ ലുക്ക്. മോഹൻലാലിൻ്റെ താടി ഭാഗത്തിന് കുറച്ചു താഴെയായി ബ്ലാക്ക് പശ്ചാത്തലത്തിൽ സിൽവർ നിറത്തിൽ കട്ടി കുറഞ്ഞ ഫോണ്ടിൽ റാം RAM റാം എന്ന ടൈറ്റിൽ വരുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. പിന്നെ വരുന്ന മറ്റൊരു പോസ്റ്റർ ഇതേ ഡിസൈൻ തന്നെ മാറ്റി, ഇതേ ഡിസൈൻ തന്നെ ഉപയോഗിച്ചിട്ട് ഇതേ ഡിസൈനിൽ തന്നെ ആഷ് കലർന്ന ഒരു റെഡിഷ്, അല്ല ആഷ് കളറായിരുന്നു ആദ്യത്തെ. ആഷ് ആൻഡ് ബ്ലാക്ക് കളറായിരുന്നു. ഇതിലെ ആഷ് കളർ മാറ്റിയിട്ട് ഒരു റെഡിഷ് കലർന്ന നിറത്തിൽ ലേക്ക് അതിൻ്റെ ഡിസൈൻ മാറ്റുന്നുണ്ട്. അടുത്ത പോസ്റ്റർ മറ്റൊരു ഈ ഡിസൈൻ മാറ്റിയിട്ട് റെഡിഷ് കളർ നിറത്തിലുള്ള മറ്റൊരു പോസ്റ്റർ. ബാക്കി ഡിസൈനെല്ലാം പഴയ ഡിസൈൻ തന്നെ. ഇപ്പം ലാലേട്ടൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളുമെല്ലാം ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വന്ന സെയിം ഡിസൈനാണ്. സെയിം പിക്ക് ഇമേജ് എല്ലാം അതുപോലെ തന്നെ. ബാക്കിയുള്ള ഡിസൈൻ എല്ലാം അത് തന്നെ. പക്ഷേ നിറം മാത്രം ഈ ആഷ് ആൻഡ് ബ്ലാക്കിൽ ആഷ് എടുത്ത് മാറ്റിയിട്ട് റെഡിഷ് കളർന്ന ബ്ലാക്ക് നിറത്തിലാണ് മറ്റൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് ട്രെയിലറാണ്. ഇനി ട്രെയിലറിലേക്ക് വരാം. ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ബേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ മൂവി ആണെങ്കിലും
അപ്പോൾ അതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ മിഷൻ ഇമ്പോസിബിളൊക്കെ പോലത്തെ മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടുകളും ജംപ് കട്ടുകളും ഇൻ്റർ കട്ടുകളും അങ്ങനെയുള്ള കട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ടീസറൊക്കെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ ഒരു മീഡിയം പേസിലുള്ള ഒരു ടീസറാണ്. ടീസർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു മീഡിയം പേസിലാണ്. മോഹൻലാലിൻ്റെ റാം മോഹൻ്റെ വലത്തെ വശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു പുരുഷാരത്തെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ വലത്തെ കയ്യിൽ നിന്നാണ് ഷോട്ട് ആരംഭിക്കുന്നത് ടീസറിൻ്റെ. തുടർന്ന് റോഡിലൂടെ അതിവേഗത്തിൽ വരുന്ന കാറ് മറ്റൊരു കാറിനെ ചേസ് ചെയ്തിട്ട് ആ കാറിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഈ ആദ്യം ആ റോഡിലൂടെ ഓടി വരുന്ന കാറിൻ്റെ ഇൻറ്റീരിയർ കട്ടിൽ നിന്നാണ്, ദൃശ്യത്തിൽ നിന്നാണ് സീൻ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കാറ് വേറൊരു കാറിനെ ചേസ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തി ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ കാറിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ കാറിലുള്ളവരെ ഈ ഇറങ്ങിയ കാറിലുള്ളവർ ഗൺ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇങ്ങനെ വളരെ നിഗൂഢതകൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള സീക്വൻസുകളിലൂടെ ടീസർ മുന്നോട്ട് പോകുന്നു. അതാണ് ടീസറിൻ്റെ ഒരു രീതി. ടീസറിൽ കാണുന്ന ഈ ടീസറിൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടീസറിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനായ മോഹൻലാൽ ടീസറിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ഷോട്ടിലും മോഹൻലാലുണ്ട്. അപ്പോൾ അതാണ് ടീസറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ടീസറിലെ ദൃശ്യങ്ങളിൽ നിന്ന് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണെന്നും മോഹൻലാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ആ രീതിയിലാണ് ടീസർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോഹൻലാലിൻ്റെ റാം എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് ടീമിൻ്റെ റാം എന്ന് പറഞ്ഞ മൂവിയുടെ വിശേഷം. ഈ മോഹൻലാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിൻ്റെ എല്ലാ സിനിമകളും വൻ ഹിറ്റുകളായിരുന്നു. റാം എന്ന സിനിമയും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന റാം എന്ന മൂവിയും ഒരു വലിയ ഹിറ്റായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.